ഇന്നലെ ശരിക്കും ലൈവിൽ നടന്ന കാര്യം, അതായത് പട്ട ഗേൾസ് അടിച്ചു പിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന അനുമോള്, ആദില, നൂറ തമ്മിലുണ്ടായ ആ ഒരു സംസാര വിഷയം, ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണേണ്ട കാര്യം. അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനുമോള് വിളിച്ചു പറഞ്ഞു, നൂറ വിളിച്ചു പറഞ്ഞു, ആദില വിളിച്ചു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു കാരണം, ഇതിലെല്ലാം തന്നെ ഈ മൂന്നെണ്ണത്തിന്റെ കയ്യിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ അതില് ഇന്ന വ്യക്തിയാണ് ശരി, ഇന്ന വ്യക്തിയാണ് ശരി എന്നൊന്നുമില്ല. മൂന്ന് പേരുടെ ഭാഗത്തും അവരുടേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ പലതരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതില് വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇതില് ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ടായി മാറിയതിനു ശേഷം ഈ അനുമോള് ഒറ്റപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്നുള്ള തരത്തിലോട്ട് ആ ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ മാറി. അത് ലൈവ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ബ്രില്യൻ ഗെയിം കളിച്ചത് എനിക്ക് പറയാനുള്ളത് അനീഷിന്റെ പേരാണ്. കാരണം അങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്നു കൊണ്ട് ആ ഒരു തരത്തിൽ ഒരു നീക്കം അവസാന ഘട്ടത്തിൽ നടത്താനിരുന്ന അനുമോളുടെ ആ ഒരു പ്ലാൻ പൊളിച്ചടുക്കിയത് അവിടെ അനീഷാണെന്നത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പലരും പറയുന്നുണ്ട്, പക്ഷെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്, അനുമോളുടെ ആ ഒരു പ്ലാൻ അനീഷ് പൊളിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം എല്ലാരും കൂടി ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അവിടെ കാണുന്നവർക്കായാൽ തന്നെയും തോന്നും, അയ്യോ എന്തോ വലിയ സംഭവം സംഭവിക്കുന്നു, മറ്റതാണ് മറിച്ചതാണ്, പാവമാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാവും. പക്ഷേ അവിടെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചത് അനീഷാണ് എന്നത് എടുത്തു പറയേണ്ടി വരും. കാരണം അവിടെ അനീഷ് അനുമോളുടെ വലയിൽ ചെന്ന് കുടുങ്ങുകയല്ല ചെയ്തത്. അനീഷ് അവിടെ നടത്തിയത് ഒരു കിടിലൻ ഗെയിം പ്ലാൻ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. അത് അനീഷ് അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ, പക്ഷെ ആ നടത്തിയ നീക്കം അനീഷിന് അത് പ്ലസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അനീഷിനെ പോലെ ഒരു വ്യക്തി ഒരിക്കലും ഓരോ ഡ്രാമ കളിയിലും ചെന്ന് വീഴാനായിട്ടുള്ള അത്രയ്ക്കും ഒരു എന്താണ് ചിന്തിക്കാൻ കഴിയില്ലാത്ത ഒരു വ്യക്തിയല്ല അനീഷ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതിന് മുന്നേ പല സാഹചര്യങ്ങളും അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ തന്നെ അനീഷിനെ കൊടുക്കാനായിട്ട് അവിടെ പലരും ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും ഒരു തരത്തിലും നടന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന അനീഷ് പലതരത്തിലും പല രീതിയിലും ഗെയിം കണ്ട് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വർഷങ്ങളോളം ഇതിനു വേണ്ടി ട്രൈ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി അനുമോള് കാണിക്കുന്ന ഒരു ഡ്രാമയിൽ ചെന്ന് വീഴുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അനീഷ് ഇപ്പോ അനുമോളോടൊപ്പം നിൽക്കുന്ന കാരണം എന്ന് പറയുന്നതും അതിൽ നിന്നും വ്യക്തമാണ്. അതായത് അനുമോള് നിലവിൽ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വോട്ടിങ്ങിൽ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവിടെ അനീഷ് അനുമോളെ ഒറ്റപ്പെടാൻ അനുവദിക്കുന്നില്ല. ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു കാർഡ് ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കാത്ത വണ്ണം അനീഷ് അവിടെ ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. അനീഷിന് ഒരു ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അനീഷിന് എന്തോ അനുമോളുടെ ഇതില് അതാണ്, അനീഷ് എന്തോ അനുമോളുടെ ഇതിലങ്ങ് വീണുപോയി എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അതൊന്നും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതൊക്കെ തന്നെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അനീഷ് ഇവിടെ വന്നതിനൊരു ലക്ഷ്യമുണ്ട്, അത് അങ്ങേര് തുടക്കം മുതൽ തന്നെ ഇപ്പോൾ വരെയും അത് വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെ റിസൾട്ട് അങ്ങേര് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അത്രത്തോളം ഹൈ ആണ് എന്നുള്ളത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഒരു കോമണറായിട്ട് കയറിയ ഒരു വ്യക്തി അങ്ങേരുടേതായിട്ടുള്ള ഗെയിം അവിടെ കളിച്ചുകൊണ്ട് ആ ഒരു തരത്തിൽ നിലവിൽ ടോപ്പ് 5 എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിയുണ്ട്. അല്ലാതെ ചുമ്മാ അയാൾ അവിടെ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ചുമ്മാ ജനങ്ങൾ അയാൾ അവിടെ പിടിച്ചു നിർത്തത്തില്ല. അപ്പോ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നപ്പോഴത്തേക്കും അനുമോള് മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതായിട്ട് മനസ്സിലാക്കിയ അനീഷിൽ നിന്നുമുണ്ടായ ഒരു കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു നീക്കമാണ് ഇതെന്നുള്ളത് 100% പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ അനുമോളുടെ പ്ലാൻ പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ വേറെ പല രീതിയിലുമുള്ള ചില ഡ്രാമകളൊക്കെ തന്നെ എല്ലാവരും കാണേണ്ടി വന്നേനെ. പക്ഷെ അതിൽ അനീഷ് ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അനീഷ് കൂടെ നിന്നുകൊണ്ട് അവിടെ കൂടുതൽ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അനീഷിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് 100% ഉറപ്പിച്ചു പറയാം, അനീഷ് അവിടെ ചെയ്ത കാര്യം അത് 100% വ്യക്തമായിട്ടുള്ള ഒരു കിടിലൻ നീക്കമായിരുന്നു എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും.